അസ്സലാമലൈക്കും. അപ്പം മുത്തുമണീസ് കണ്ട പൊടി ചെമ്മീൻ ഇട്ടത് കുട്ടിമോനെ 100 റുപ്യക്ക് കൊടുക്കുന്നതാണ്. കിലോ 150 അങ്ങനെ കണ്ട് പറഞ്ഞിട്ടോ. അപ്പോൾ ഞാൻ മുറിച്ച് കഴുകി വെച്ചത്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ബിരിയാണി വെക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇവിടെ കൊത്തങ്ങ വരും നിൽക്കണം, മണിക്കളെ കൊത്തങ്ങ. അപ്പോൾ അതായിക്ക് നമ്മളെ ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞ് നിൽക്കണം കേട്ടോ. പിന്നെ ഇവിടെ സാലഡ് ഉണ്ടാക്കാൻ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ പനീർ ഉണ്ടാക്കാൻ നമ്മൾ നാളെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ അതിനുള്ള സവാള അരിച്ച പച്ചക്കറിയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് അന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ് ഈ പച്ചക്കറി ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചത്. അപ്പോൾ അതും കുറച്ചൊക്കെ ഇട്ട് കണക്ക് ഉണ്ടാക്കാമെന്നൊക്കെ കരുതണം കേട്ടോ. അപ്പോൾ അത് നമ്മൾ പച്ചക്കറിയും ഒക്കെ ഇട്ടിട്ടാ. പയറുണ്ട്, ക്യാരറ്റുണ്ട്, പുളിച്ചോറുണ്ട്, പട്ടാണിക്കടലൊക്കെ ഉണ്ട്, നെല്ലും തക്കാളി, ഇഞ്ചും വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഇതിലേക്ക് ചെറുനാരങ്ങ ചുറ്റി തൈര് തുടങ്ങിയ പിന്നെ. അപ്പോൾ അരി ഇതവിടെ 2 പ്രാവശ്യം കൊടുന്ന് തിമ്പിച്ച് അരക്കി ചീച്ചുണ്ട് എന്നിട്ട് ഇവിടെ ബാക്കിയുള്ളത് എല്ലാം കൂടി എടുത്ത് 2 അരി ഇട്ട 2 പ്രാവശ്യം കൊടുന്നാകുമ്പോൾ 2 അരിയാവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള തട്ടിക്കൂട്ട് ബിരിയാണി. അപ്പോൾ അതാ നമ്മളെ സുന്ദരി ഇവിടെ വണ്ടി മിരിക്കുന്നുണ്ട് കേട്ടോ. മമ്മാനെ നോക്കിയിട്ട് മമ്മാനെ വന്നാണ്. പിന്നെ പൂച്ച അവിടെ ഉണ്ട്, കോഴിമക്കൾ ഇവിടെ ഉണ്ട്. പുറത്ത് ഇങ്ങനെ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ. ചോറിനുള്ള വെള്ളമാണത്, അരി കഴുകി വെച്ചിട്ട്. പിന്നെ നമ്മളെ ചെടികളൊക്കെ അവിടെ ഉണ്ട്. നമ്മളെ ഓട്ടോറിക്ഷ അവിടെ ഉണ്ട്. നമ്മളെ സിറ്റൗട്ടിൻ്റെ ഈ ഭാഗത്താട്ടോ നമ്മൾ അടുക്കള. കേട്ടോ അതിൻ്റെയൊക്കെ കണലിട്ട് നമ്മൾ വരലും വെച്ച് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പൊട്ടിച്ചു. ഇനി പൊട്ടിച്ച് നോക്കട്ടെ നമുക്ക്. അതമ്മ മാറ്റിട്ടാ, ചപ്പൊന്നുമില്ല, തട്ടിക്കൂട്ട് ബിരിയാണി. അത് നമുക്ക് ഒരു തീ കൊണ്ട് മാറ്റാം. ചോറിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ ഈ തക്കാളി സോസ് ഒഴിച്ചാൽ മറന്നിട്ട് കേട്ടോ മക്കളെ. ഒഴിച്ചാൻ പറ്റുമോ? തൈരൊന്നും ഇവിടെ ഉണ്ടായി. തൈരില്ലെങ്കിൽ മോരുണ്ടെങ്കിൽ അത് ഒഴിച്ചു. ഞാൻ ഒന്നുമില്ല. ഇത് 2 അരിയും കൂടെ ആയതുകൊണ്ട് വേവക്കത്തെ പാടും. അതല്ല ചോറ് സെറ്റ്. അടിയിലൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അത് മക്കളെ ഞാൻ വെച്ച് തന്നിട്ട് അതിലേക്ക് സലാഡ് നമ്മളമ്മ ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ അത് ഞാൻ പപ്പടം പൊരിച്ചിക്കണ്. പിന്നെ ഒരു കാടമുട്ട ഉണ്ട്, പിന്നെ നെല്ലിക്കുണ്ട്, പിന്നെ ചേനച്ചാർ എന്നുള്ളൊരു മോരിയൽ ഇവിടെ കൊടുക്കുന്നതാണ് കേട്ടോ. പൈസക്ക് വാങ്ങിയതാണ്. പിന്നെ നമ്മളെ സലാഡ്. അപ്പോൾ ഞാൻ വെച്ചിട്ട് അഭിപ്രായം പറയാം കേട്ടോ. അപ്പം എന്നാൽ ബിസ്മിൻ ജെല്ലി വെച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിങ്ങളൊന്ന് കൊതിപ്പിച്ച നെയ്യ. സൂപ്പറാണ്. വേവൊക്കെ പാകം. നമ്മളച്ചാർ, മോരേരച്ചാർ. ഇങ്ങനെ കച്ചവടം ചെയ്യണം മൂലയന്മാരൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. നല്ല മൂല്യരാട്ടോ, പ്രോത്സാഹിപ്പിക്കണം. അക്സെപ്റ്റ് ചെയ്യണം എന്ന് എന്താ അർത്ഥം കൂടി അറിയാം. സോറി. സാലഡ് അപ്പം പപ്പടമൊക്കെ പൊട്ടിച്ച് കുഴച്ച് വിൽക്കുന്ന കേട്ടോ അച്ചാറൊക്കെ. അപ്പം നിങ്ങൾ ജയിക്കും സാറും സബ്സ്ക്രൈബൊക്കെ തരാൻ മറക്കരുത്. വളമ്പള. പിന്നെ പനീർ ഉണ്ടാക്കാൻ മുന്നോട് പറഞ്ഞു. ഒരു മടിയായിട്ട് ഉണ്ടാക്കിയിട്ട് കേട്ടോ. അവളെ അടുത്ത് സലാ ചിക്കൻ വെച്ച്. അപ്പോൾ അതിന് പിന്നെ പ്ലെയിനൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ചിലപ്പം മുന്നേ മുളകൊക്കെ ഒന്ന് പോകും. അപ്പോൾ അതേ ഞാൻ ഉള്ളത് കൂടി ഇട്ട് തട്ടിക്കൂട്ട് വിരിയും വെച്ചത്. ഒരു വരുമ്പോഴേ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കലുള്ളൂ നമ്മൾ കേട്ടോ. അല്ല ഞാൻ കാണിക്കാം. നമ്മൾ നൽകുക.